എപ്പിസോഡ് തുടങ്ങുമ്പോൾ സ്യോജോങ് യോങ്ങിനെ വീട്ടിൽ കൊണ്ടാക്കും. ഈ സമയമാണ് പെട്ടെന്ന് ഹോസോക്ക് അങ്ങോട്ടേക്ക് ഓടി വന്ന് സേരി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു മിസ്റ്റർ കിമ്മിനെ കാണാനില്ല എന്ന കാര്യം പറയുന്നത്. അത് കേൾക്കേണ്ട താമസം സ്യോജോങ്ങിന്റെ കാറിൽ അവർ അങ്ങോട്ടേക്ക് പോകും. ഹാനിന്റെ വീട്ടിലെത്തിയതും യോങ് നേരെ സ്യോങ്ങിനെയും സേരിയൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ്. അവളെ സ്വന്തം ഫാമിലിയെ പോലെയാണ് അവരെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ സ്യോജോങ്ങിനെ തന്നെ മനസ്സിലാകും ഹാനിന്റെ ഫാമിലിയായിട്ട് യോങ് എത്ര ക്ലോസ് ആണെന്ന്. അവൾ പിന്നെ അവിടെ നിൽക്കുന്നില്ല. സംഭവം അറിഞ്ഞ് ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് മിസ്സിസ് പാർക്കും പോകാനായിട്ട് നിൽക്കുവാണ്. ഇപ്പൊ എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്ത് പോകുന്നത്? അവരെ നമ്മുടെ ഫാമിലി ഒന്നും അല്ലല്ലോ എന്ന് ഹോസോക്ക് ചോദിക്കുമ്പോൾ സ്യോങ് എനിക്ക് എന്റെ ഫ്രണ്ട് ആണെന്ന് പറയാണ് മിസ്സിസ് പാർക്ക്. പണ്ട് വളരെ കർക്കശക്കാരിയായിരുന്ന മിസ്സിസ് പാർക്കിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം തന്നെയാണുള്ളത്. സേരി എന്റെ ഫ്രണ്ടാണ്, ഞാനും വരുന്നുണ്ടെന്നും പറഞ്ഞിപ്പോ യോങ്ബിയോ അങ്ങോട്ടേക്ക് എത്തും. വർക്ക് കഴിഞ്ഞിറങ്ങുന്ന യോങ്സിക്ക് കാണുന്നത് അവനെ കാത്തു നിൽക്കുന്ന സ്യോജോങ്ങിനെയായിരുന്നു. സമയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരാമോ എന്ന് അവൾ ചോദിക്കും. അവന്റെ കൂടെ പോയി അവള് ഗെയിംസ് കളിക്കും. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുമ്പോ ഒക്കെ അവൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന കാര്യം യോങ്സിക്കിനും മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും ജീവിതത്തിൽ മുന്നേറുക, എനിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ ഞാനിപ്പോഴും. ഇപ്പൊ സപ്പോസ് യോങ്ങും ഞാനും കൂടെ ഒരു വഴക്കുണ്ടായ നീ യോങ്ങിന്റെ ഭാഗത്തല്ലേ നിൽക്കൂ? അവൻ പറയും അതെ, പക്ഷെ നിങ്ങൾ തമ്മിൽ തല്ലില്ലെന്ന് എന്റെ വിശ്വാസം. കാരണം എനിക്ക് നിന്റെ ഭാഗത്തു നിൽക്കേണ്ടതുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്ക് ഇത്തിരി ആശ്വാസമാവുന്നുണ്ട്. ഇതേ സമയം മിസ്സിസ് പാർക്കും യോങ്ബയും കൂടെ ഹാനിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാതെ എല്ലാം എന്റെ തെറ്റാ, പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതിരുന്നപ്പോ അച്ഛനോട് ഞാൻ ദേഷ്യപ്പെട്ടു, എന്റെ തെറ്റുകൊണ്ട് അച്ഛൻ വീട് വിട്ടു പോയെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന സേരിയെ അതൊന്നും നിന്റെ തെറ്റല്ലെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് യോങ്ബെ. മിസ്സിസ് പാർക്കും സ്യോങ്ങിനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇത്ര പ്രായമില്ല അയാൾക്ക്, വിവേകമില്ലേ? എന്തും കണ്ട് ഇറങ്ങിപ്പോയെന്നൊക്കെ മിസ്സിസ് പാർക്ക് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ താനും അച്ഛനും തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടായ കാര്യവും താൻ എന്തൊക്കെയോ സംസാരിച്ചു എന്ന കാര്യവും ഹാൻ പറയും. ഇതേക്കുന്ന യോങ് വന്ന് ഹാനിനോട് പറയും, ഹാൻ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ നിൽക്കാതെ അച്ഛൻ വീട്ടിലോട്ട് വന്നതിന്റെ കാരണം നീയാണെന്ന്. നിന്റെ സ്റ്റാഫ്സ് നിന്നെ കളിയാക്കുവോ അല്ലെങ്കിൽ അച്ഛൻ നിനക്കൊരു ഭാരമാകുമോ എന്നുള്ള പേടികൊണ്ടാ അദ്ദേഹം അങ്ങനെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നേ. ആരെങ്കിലും സംസാരിക്കുന്നത് നിന്റെ അച്ഛൻ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതേക്കുന്ന സ്യോങ്ങും പറയും, നിന്റെ അച്ഛൻ നിന്നെ ഒരിക്കലും വെറുക്കുന്നില്ല. നിന്റെ അച്ഛനോടൊന്നും പറയില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നിന്റെ അമ്മ മരിക്കാനുള്ള കാരണം ഒരിക്കലും നിന്റെ അച്ഛനല്ല. നിന്റെ അമ്മയെ അച്ഛൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം, കാരണം ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. നിന്റെ അച്ഛന് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ഫാമിലിയുടെ നിർബന്ധപ്രകാരമോ നിന്റെ അമ്മ മാരേജ് ചെയ്ത്. വിവാഹശേഷം മദ്യപാനം തുടങ്ങി, ഡിപ്രഷൻ പിടിച്ചു. നിന്റെ അമ്മയെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ മാത്രമേ നിന്റെ അച്ഛൻ നോക്കിയിട്ടുള്ളൂ. ഇത് പറഞ്ഞു തീരുമ്പോ പെട്ടെന്ന് യോങ് പറയും, ഇനി ചിലപ്പോ നിന്റെ അച്ഛൻ അങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. യോങ് പറഞ്ഞതുപോലെ തന്നെ കിമ്മു വന്നിട്ടുണ്ടായിരുന്നത് ഭാര്യയുടെ കുഴിമാടത്തിനടുത്തായിരുന്നു. നമ്മളെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ, എന്റെ എല്ലാം പോയി, ഞാനിപ്പോ എന്റെ മകനൊരു ഭാരവാ. നീ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോയതല്ലേ, ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛാന്നും വിളിച്ച് ഹാൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്ക്, അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. എല്ലാം എന്റെ തെറ്റായിരുന്നു. അച്ഛൻ എന്താ എന്നോടൊന്നും തുറന്നു പറയാഞ്ഞേ? എന്തിനാ അച്ഛൻ എന്നെ വെറുക്കാൻ അനുവദിച്ചെന്നും പറഞ്ഞ് കരയുമ്പോ തന്റെ മകനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കിമ്മു. അങ്ങനെ അച്ഛന്റെയും മകന്റെ ഇടയിലുള്ള ആ ഒരു പിണക്കം അവിടെ വെച്ച് മാറുവാണ്. കെട്ടാകുമ്പോൾ ഹാൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കാണുന്നത് തന്റെ കോവർക്കേഴ്സിനെല്ലാം ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് അവനെ കാത്തു നിൽക്കുന്ന സ്യോജോങ്ങിനെയായിരുന്നു. അവരെല്ലാവരും സ്യോജോങ്ങിനെ ഹാനിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ലാന്ന് ഹാൻ പറയെങ്കിലും അവര് പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയാണ് സ്യോജോങ്. ഇതേ സമയം യോങ്ങിന്റെ എല്ലാ ഡീറ്റെയിൽസും തപ്പി കണ്ടുപിടിച്ചിരിക്കുകയാണ് ചെയർവുമൺ. അവളുടെ വീട് എവിടെയാണ്, അവളിപ്പോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നടക്കം. അങ്ങനെ അവരിപ്പോ നേരെ പാർലറിലേക്ക് പോകും. എന്റെ മോൾക്ക് ഇവളെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഇവള് തന്നെ എന്റെയും ചെയ്താൽ മതിയെന്നും പറഞ്ഞ് യോങ്ങിനെ കൊണ്ടാണ് അവര് ഹെയർ സ്റ്റൈൽ ചെയ്യിക്കുന്നത്. അവള് ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം തന്നെ ഒരു ഹീറ്ററിൽ കൊണ്ടുപോയി കൈ വെച്ച് കൈ പൊള്ളിക്കും. ഇത് കണ്ടുവരുന്ന പാർലറിലെ മാനേജർ ആണെങ്കിൽ യോങ്ങിന് ഒരുപാട് വഴക്കു പറയുന്നുണ്ട്. അവരെ തന്നെ ചെയർവുമൺ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എല്ലാവരോടും കൈ തൊടരുതെന്ന് പ്രത്യേകം പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ വെറും ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നു, എത്ര ധൈര്യം ഉണ്ടെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ് ചെയർവുമൺ. ഇങ്ങനെ ഒരാൾ പാർലറിലുണ്ടെങ്കിൽ ഞാൻ ഇനി പാർലറിലേക്ക് വരില്ല എന്ന് ഇവർ പറയുമ്പോൾ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ പാർലറിന്റെ മാനേജർ യോങ്ങിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. ചെയർവുമണും അത് തന്നെയായിരുന്നു വേണ്ടത്. ഇവരുടെ ഈ സംസാരമൊക്കെ ഹാനിന്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഹാനിനെ കാണുന്നതും അവൻ കാര്യമൊക്കെ ഹാനിനോട് പറയും. പാർലറിൽ നിന്ന് യോഗ തന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുന്ന നേരം അവരുടെ മുന്നിലേക്ക് ഇപ്പൊ ഹ്യോങ് വരും. തന്റെ ജോലിയിൽ നിന്ന് ഇങ്ങനെ പുറത്താക്കിയ കാര്യമൊക്കെ പറയുന്ന യോങ്ങിനെയും കൂട്ടി ഹ്യോങ് പോവാണ്. അവരവിടെ നിന്നും പോകുന്ന സമയമാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഓടി ഹാൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പൊ ജോലി പോയാ തനിക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് പൈസയൊക്കെ കൊടുത്തു തീർക്കാനുണ്ടെന്ന കാര്യമൊക്കെ യോങ് പറയുമ്പോൾ നിനക്ക് പറ്റിയൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഹ്യോങ് അവളെ അവന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അതായത് അവന്റെ സെക്രട്ടറി പൊസിഷൻ. പക്ഷെ യോങ് അത് ഏറ്റെടുക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു സഹായം കൂടെ സ്വീകരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു വഴി കാണും, അത് ഞാൻ തന്നെ നോക്കിക്കോളാന്ന് അവള് പറയും. അവിടെ നിന്ന് യോങ്ങും ഹ്യോങ്ങും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ വെച്ച് ഹ്യോങ്ങിന്റെ അമ്മയെ കാണുവാണ്. യോങ്ങിനെ കാണുന്നതും അമ്മ ആരായത് നിന്റെ ഗേൾഫ്രണ്ട് ആണോന്ന് ചോദിക്കും. ഇത് കേട്ട് അല്ല, താൻ യോങ്സിക്കിന്റെ അനിയത്തിയാണെന്ന് യോങ് പറയുമ്പോൾ ഇടയ്ക്കേറി ഇതെനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയാ, പക്ഷെ ഇപ്പോ അത് വൺ സൈഡ് മാത്രമാണെന്ന് ഹ്യോങ് പറയും. പെട്ടെന്ന് ഇത് കേൾക്കുന്നതും യോങ്ങും ഞെട്ടിപ്പോവും. അമ്മ പോയി കഴിയുമ്പോൾ അവൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ നീ തന്നെ പേടിച്ചു പോയി കാണുമല്ലേ, അതുകൊണ്ട് ഞാനത് നിന്നോട് പറയാതെ ഇത്രയും കാലം മറച്ചു വെച്ച്. ഹ്യോങ് എന്ത് പറയാനായിട്ട് വരുന്നുണ്ട്. എന്നപ്പോഴേക്കും ഹ്യോങ് ഇടയിൽ കയറി പറയും, എടുത്തു ചാടി നീ ഒന്നും പറയണ്ട,
നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയും. ഇതേ സമയം ജോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളി ഇങ്ങനെ തലയ്ക്ക് തീ പിടിച്ച പോലെ നടക്കുവാണ്. ചോയുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് സംജോളിനെ കണ്ടതൊക്കെയാണ് അവന്റെ പ്രശ്നം. ഒരു ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ വെച്ച് സൂചന കാണുന്നത്. അങ്ങനെ സൂചനയോട് ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിക്കുമ്പോൾ അതുവഴി പോകുന്നൊരു ലേഡി അച്ഛനെയും മോളെയും കാണാൻ ഒരേപോലെ തന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞു പോകുന്നുണ്ട്. അത് കേട്ട് ചിരിച്ച് അവളുടെ വയസ്സ് ചോദിക്കുമ്പോൾ 7 വയസ്സാണെന്ന് കൊച്ചു പറയും. എന്നാൽ വയസ്സ് കേട്ടതും ഇവൻ പെട്ടെന്ന് ഷോക്കാവും. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. കണക്കുകളൊക്കെ കൂട്ടി വരുമ്പോ അവൻ അവളുടെ ലൈഫിൽ നിന്ന് പോയ ശേഷമാണ് കൊച്ചുണ്ടായിട്ടുള്ളത്. അവൻ നേരെ ചോയുടെ അടുത്തേക്ക് ചെല്ലും. സത്യം പറ, സൂചി നമ്മുടെ മോളല്ലേ? പിന്നെ നിങ്ങളുടെ മോള് താൻ എന്ത് പൊട്ടത്തരോ പറയുന്നതെന്നൊക്കെ ചോയും പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്ന് ചോദിച്ച ചോദ്യം മാറ്റാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് ജോൺ. അവളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്ന സമയത്താണ് നീ പ്രഗ്നന്റ് ആയത്. ആ സമയത്ത് നിനക്ക് വേറൊരാളുമായിട്ട് ബന്ധമില്ലായിരുന്നെന്ന് എനിക്കറിയാം. പറ, അവൾ എന്റെ മോളല്ലേന്നും ചോദിച്ചു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സംജോള് വരും. നിന്നിവിടെ കാണരുതെന്ന് പറഞ്ഞതല്ലേന്നും പറഞ്ഞ് സംജോള് അവനോട് ചൂടാവുമ്പോൾ ഇതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല, അത് ഞങ്ങളുടെ പ്രശ്നമാണെന്നും പറഞ്ഞ് വീണ്ടും അതേ ചോദ്യം തന്നെ അയാൾ ചോയോട് ചോദിക്കും. അവിടെ വെച്ച് കെട്ടാകുമ്പോ ഇപ്പോ വീട്ടിലോട്ട് വരുന്ന യോങ്ങിന്റെ അടുത്തേക്ക് ഹാൻ വരികയാണ്. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ അങ്ങ് ആകെ പേടിച്ചുപോയി. നിന്റെ വിവരമൊക്കെ അറിഞ്ഞ് ഓടിയെത്തിയത് ഞാനെന്ന് പറയണവൻ. രാവിലെ തന്നെ യോങ് പുതിയൊരു പാർലറിൽ ഇന്റർവ്യൂവിന് വേണ്ടി വരുന്നുണ്ട്. അവള് വർക്ക് ചെയ്തിരുന്ന പാർലറിനെക്കാളും വലിയ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അവൾക്ക് ടെൻഷനും ഉണ്ട്. എന്തിനാണ് കഴിഞ്ഞ പാർലറിൽ നിന്ന് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉള്ള കാര്യം അവൾ അങ്ങ് തുറന്നു പറയും. അവളുടെ ആ ഒരു സത്യസന്ധത അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മാനേജർ പുള്ളിക്കാരെ ഇവളോട് ചോദിക്കും. ബ്രേക്കപ്പ് കഴിഞ്ഞു വരുന്ന ഒരു പെൺകുട്ടി തന്റെ ഹെയർ ഷോർട്ടായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞ നീ എന്ത് ചെയ്യുമെന്ന്. അവൾ അതിനെന്തോ ഒരു മറുപടിയും പറയുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ എല്ലാവരും യോങ് വരുന്നതും കാത്തിരിക്കുവാണ് എന്താണ് റിസൾട്ട് എന്നറിയാൻ. അവൾ വന്നിപ്പോ എല്ലാവരോടും താൻ ഇന്റർവ്യൂവിൽ ജയിച്ച കാര്യം പറയും. ഇന്റർവ്യൂവിൽ ജയിച്ച സന്തോഷത്തിൽ എല്ലാവരും കൂടെ ചെറിയൊരു പാർട്ടിയൊക്കെ വെക്കുന്നുണ്ട്. കെട്ടാകുമ്പോൾ ഡ്രിങ്ക്സും കഴിച്ചിരിക്കുകയാണ് യോങ്. അവന്റെ മൂഡാണെങ്കിൽ ഒട്ടും ശരിയല്ല. അങ്ങോട്ടേക്ക് വരുന്ന യോങ്സിക്കിന്റെ കൂടെ ഇപ്പൊ ഹാനും ഉണ്ടായിരുന്നു. യോങ്സിക്ക് മാറുന്നതൊക്കത്തിന് ഹ്യോൺ ഹാനിനോട് പറയും, ഞാൻ നിന്നെ കാണാൻ തന്നെ ഇരിക്കുവായിരുന്നു. ഹാൻ, നീ നിന്റെ ഭാഗം ക്ലിയർ ആക്കണം. നിനക്കറിയോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് യോങ്ങിന് ഇഷ്ടമാണ്. സിയോജോങ് വന്നതിൽ പിന്നെ നിന്റെ മനസ്സ് എവിടെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിന്റെ ഭാഗം ക്ലിയർ ആക്ക്. അതിന് നീ ഒരുക്കുമല്ലെങ്കിൽ യോങ്ങിന്റെ പിറകെ ഞാൻ പോവും. ഇതിന്റെ ഒരു വാണിംഗ് ആയിട്ട് തന്നെ നീ കൂട്ടിക്കോ. ഹാൻ ആകെ വല്ലാണ്ടായി പോവാണ്. കെട്ടാകുമ്പോൾ പുതിയ പാർലറിലെ ആദ്യത്തെ ഡേ ആണ് യോങ്ങിന്റെ. കുറച്ച് നെർവസ് ആയിട്ടാണ് അവൾ ചെല്ലുന്നത്. അവിടുത്തെ ഒരു ലേഡി അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നാളെ പാർലറിൽ നിന്ന് ഏതോ ഒരു ബ്യൂട്ടി സെമിനാർ നടത്തുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് യോങ്ങിനോടും അവർ വന്നോളാൻ പറയും. പിറ്റേന്ന് അതിനായിട്ട് പോകാൻ ഒരുങ്ങുന്നതും ബസ് അങ്ങ് വിട്ടുപോകും. ഈ ഒരു കാര്യം ഇവള് വീട്ടിലോട്ട് വിളിച്ചു പറയുമ്പോൾ അവിടെ ഹ്യോങ്ങും ഹാനും ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം കേട്ടതും താൻ അവളെ കൊണ്ടുവിട്ടോളാന്നും പറഞ്ഞ് ഹ്യോങ് അവിടെ നിന്ന് വണ്ടി എടുത്തു പോകും. ഇത് ഹാനിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം സിയോജോങ്ങിന്റെ ചേട്ടനില്ലേ, ഇവരെല്ലാവരും കൂടെ ജയിലിലാക്കിയ ജോങ്നാം അവൻ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുവാണ്. എന്തോ രണ്ടും കൽപ്പിച്ച വരവേനെയാണ് ഇപ്രാവശ്യം. ഇപ്പൊ സിയോജോങ് ആണെങ്കിൽ ചെയർമാന്റെ കൂടെ യോങ് ആദ്യം വർക്ക് ചെയ്തിരുന്ന പാർലറിലെ മാനേജറെ കാണാൻ വന്നിരിക്കുവാണ്. ഇപ്രാവശ്യത്തെ മിസ് കോതെ തങ്ങളുടെ പാർലറിൽ നിന്ന് തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമാണ്. മാഡത്തിന്റെ മോള് സിയോജോങ് ആണെങ്കിൽ അതിന് പെർഫെക്റ്റാ. അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്നത് സിയോജോങ്ങിന് ഒരുപാട് സന്തോഷമാവാണ്. കാരണം മിസ് കോതെ എന്ന് പറയുന്നത് അവളുടെ പണ്ടത്തെ ഡ്രീം ആയിരുന്നു. ചെറുപ്പത്തിൽ മിസ് കോതെ ആവുക എന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് സിയോജോങ് പറഞ്ഞു വരുന്നതും അതൊന്നും നടക്കില്ല എന്ന് എടുത്തടിച്ച പോലെ പറയുവാണ് ചെയർവുമൺ. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങുന്ന സമയം ആ പാർലറിലെ മാനേജറും ചെയർവുമണും കൂടെ സംസാരിക്കുന്നത് സിയോജോങ് കേൾക്കാനിടയാവും. അതിൽ നിന്ന് യോങ്ങിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം ഈ ചെയർവുമൺ ആണെന്നത് സിയോജോങ് ഇപ്പൊ മനസ്സിലാക്കുവാണ്. ഇത് കേട്ട് ദേഷ്യത്തില് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചെയർവുമന്റെ മുഖത്ത് നോക്കി തന്നെ സിയോജോങ് ചോദിക്കും. അതെ, ഞാൻ തന്നെ അത് ചെയ്തത്. ഞാൻ പറയുന്നതൊന്നും നീ അനുസരിച്ചില്ല. അവളെ കണ്ടത് തൊട്ട് നീ മാറി തുടങ്ങി. അവളുമായിട്ട് നീ കൂട്ടുകൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയോ എനിക്കിടയ്ക്ക് നിങ്ങളെ പേടിയാണെന്നും പറഞ്ഞ് സിയോജോങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതേസമയം ഹ്യോങ് ഉള്ളത് കൊണ്ട് കറക്റ്റ് സമയത്ത് കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് യോങ് എത്തും. അവൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഇപ്പോ അവർക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. അവര് കോമ്പറ്റീഷന് വേണ്ടി കണ്ടുവച്ച മോഡല് ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അവരുടെ തീമാണെങ്കിൽ ട്രഡീഷണൽ മേക്കപ്പും. മാനേജർ സ്പോട്ടിൽ തന്നെ ആ മോഡലിനെ റിജക്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇവരിങ്ങനെ ആവലാതിപ്പെട്ട് നിൽക്കുമ്പോഴാണ് മാനേജർ യോങ്ങിനെ ശ്രദ്ധിക്കുന്നത്. എന്തോ അവൾ അതിന് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് തോന്നും. അങ്ങനെ മേക്കപ്പ് ചെയ്ത് കോമ്പറ്റീഷന് വേണ്ടി അവളെ ഒരുക്കും. ഇതേസമയം ഹാനിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഒരു സമാധാനവും ഇല്ല. അവർ രണ്ടും കൽപ്പിച്ച് യോങ്ങിനെ കാണാൻ വേണ്ടി തന്നെ പോകും. ഇപ്പൊ പോകുന്ന ടാക്സിയിലാണെങ്കിൽ റേഡിയോയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്ലേ ആവുന്നുണ്ട്. അത് യോങ്ങിന് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള പ്രോഗ്രാം. ആളുകളുടെ ലെറ്റേഴ്സ് വായിക്കുന്ന ഒരു പരിപാടിയാണത്. ആ റേഡിയോ ഇങ്ങനെ പറയും, ഇന്ന് നമുക്ക് ദൊദങ് ദോമിൽ താമസിക്കുന്ന യോങ്ങിന്റെ ലെറ്ററാണ് കിട്ടിയിട്ടുള്ളത്. ജയൻ. അന്ന് ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവരെനിക്ക് ജയന്റായിരുന്നു. കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയം പൈസ തരാതെ ഓടിയ പാസഞ്ചറിനെ പിറകെ വെച്ച് പിടിച്ച ഞാൻ ആദ്യമായിട്ട് അവനെ കണ്ടു. വിധിയാണോ എന്നറിയില്ല, ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. പക്ഷെ അപ്രാവശ്യം അവന്റെ കണ്ണുകൾ എന്റെ സുഹൃത്തിലായിരുന്നു. ഇപ്പോഴും അവൻ എന്റെ അരികെ തന്നെയുണ്ട് എന്ന് എന്റെ മനസ്സിലുള്ളത് അവനോട് തുറന്നു പറയാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ഇത് കേൾക്കുമ്പോഴേ യോങ്ങിന്റെ ലെറ്റർ ആണെന്ന് ഹാനിന് മനസ്സിലാവുന്നുണ്ട്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. സിയോജോങ് പോയ ശേഷം ബ്ലാങ്ക് ആയിപ്പോയ അവന്റെ ലൈഫിൽ യോങ് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഏത് വീഴ്ചയിലും അവള് തനിക്കൊപ്പം ഉണ്ടായിരുന്ന കാര്യമൊക്കെ. അവൻ നേരെ അവളുടെ അടുത്തേക്ക് പോയി അവളെയും കൂട്ടി ബീച്ചിലേക്ക് പോകും. കുറെ നാളായി ഇങ്ങോട്ട് വന്നിട്ടെന്നും പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുവാണ്. ഇപ്പൊ യോങ് പറയും, സത്യത്തി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്.
എന്നാൽ അതിനു മുന്നേ അവൻ പറയും, ഞാൻ പറയാദ്യം. വരുന്ന വഴിയാണ് ഞാനത് തിരിച്ചറിഞ്ഞത്. കണ്ടത് തൊട്ട് ഇന്ന് വരെ നീ എന്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ വേദനിക്കുന്ന സമയങ്ങളില്, പതറി പോകുന്ന നിമിഷങ്ങളില്. ഇപ്പൊ നീ ഇല്ലാതെ ഒരു ലൈഫ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യോങ്, നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കുന്നത് ഇവിടെ നിർത്താം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. കരഞ്ഞുകൊണ്ട് യോങ് പറയും, സത്യത്തിൽ ഞാനായിരുന്നു എന്നത് പറഞ്ഞു തീരുന്നതിനു മുന്നേ അവൻ അവളെ കിസ് ചെയ്യും. ഈ ഒരു സീനോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വെറും 2 എപ്പിസോഡ് മാത്രം നിലയ്ക്ക് എന്തൊക്കെയാണ് ഈ ഡ്രാമയിൽ നടക്കാൻ പോകുന്നതെന്ന് വരുന്ന എപ്പിസോഡിൽ കാണാം.